You see that it is very more comfortable to go with the train. ഇന്നൊരു സൺഡേ ദിവസമാണ്. ഒരാഴ്ചത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ദിവസം. അതിൻ്റെ ചെറിയൊരു സന്തോഷം കൂടിയുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും അമ്മച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ കഴിയില്ല. അമ്മച്ചിയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് വേണം എനിക്ക് പുറത്തേക്ക് പോകാൻ. ഇന്ന് അപ്പച്ചനാണ് അമ്മച്ചിക്ക് കൂട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ വളരെ ഹാപ്പിയായിട്ട് എന്നെ പറഞ്ഞു വിടുവാണ്. ഇങ്ങോട്ട് വരാൻ എളുപ്പമായിരുന്നു അവർ കൂടെ ഉള്ളതുകൊണ്ട്. തിരിച്ച് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങോട്ട് ഇറങ്ങിയാലോ ബസ് കിട്ടുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കുറേ സമയമെടുത്ത്. എനിക്ക് ബസ്സിൽ പോകുന്നതാണ് ഇഷ്ടം. പക്ഷേ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തൂടെ തന്നെ മെട്രോ ഉണ്ട്. അത് താല്പര്യമില്ലാത്തതുകൊണ്ട് ബസ്സിൽ തന്നെ പോകാൻ ബസ് സ്റ്റേഷൻ ഇങ്ങനെ തിരക്കി നടക്കുവാണ് ഞാൻ. ഫസ്റ്റ് നമുക്ക് താഴെ എത്തണം. കുറേ ലിഫ്റ്റുകൾ കണ്ടു. എന്നിട്ട് ഇങ്ങോട്ട് കയറി വന്ന ആദ്യം തന്നെ ഞാനങ്ങ് കയറി, രണ്ടും കൽപ്പിച്ച്. എന്തായാലും ഒരുവിധം താഴെ എത്തി. പക്ഷേ ഏത് റൂട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പം വീണ്ടും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കൂടി കയറി പോകണമെന്ന് കാണിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ എങ്ങനെ പോകുന്നേ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നു. പിന്നെ കുറേ നടന്നിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് കാണിച്ച ആ റൂട്ട് തന്നെയാണ് അവരും പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ തിരിച്ചു നടന്നു. അങ്ങനെ ചോദിച്ച് ഒരുവിധം ബസ് സ്റ്റേഷൻ കണ്ടുപിടിച്ചു. ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ കുറേ പാടുപെട്ടു കേട്ടോ. എന്തായാലും പച്ച ബസ് കണ്ടപ്പോൾ മനസ്സിനൊരു കുളിർമ. ഇഷ്ടപ്പെട്ട ചിപ്സ് ഗിഫ്റ്റ്. അവക്ക് ഞാൻ ചിപ്സ് കൊടുത്തപ്പോൾ അവൾ എനിക്ക് ഈന്തപ്പഴം തന്നു. എന്ത് പറയാനാ. സൗമ്യയുടെ നല്ല കാപ്പിയല്ലേ, അടിപൊളി കാപ്പി, നല്ല ചായ. ചുമ്മാ പറയുന്നല്ല, നല്ല ടേസ്റ്റ് ഉള്ള ചായ. തള്ളിയതാണെങ്കിലും ഒരു മയത്തിലൊക്കെ തള്ളാൻ. എനിക്കങ്ങനെ ചായ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്ന ചായ ഇഷ്ടമാണ്. ഇപ്പൊ എനിക്കിത് നല്ല ഇഷ്ടമായി. ഞാൻ വെക്കുമ്പോ എനിക്ക് എന്തോ കുറവുകൾ തോന്നാറുണ്ട് ചായ. തോനെ ഒഴിക്കണല്ലേ, കുറച്ച് വെള്ളം. ഒരുമിച്ച് ജോലി കിട്ടിയത് നല്ലായിരുന്നല്ലേ ഒരു വീട്ടിൽ. ഇപ്പൊ ഒരാള് വടക്ക് ഒരാള് തെക്കുന്നുള്ള അവസ്ഥയായി. നല്ല ദൂരായി പോയി. അടുത്ത സൺഡേ ഞാൻ ഇറങ്ങും. അപ്പൊ നമുക്ക് അടിച്ചു കൊടുക്കും ഉറപ്പായിട്ടും. ഇങ്ങനെ ഉണ്ടായത് ഞാനില്ലാത്ത കുറച്ച് ദിവസങ്ങൾ. ശോകമാണ്, ശോകം. പോയി കഴിഞ്ഞപ്പോ ശോകായി. എനിക്കും വല്ലാത്ത വിഷമായിരുന്നു. എനിക്ക് അതിന്റെ ഉള്ളിലിരിക്കുമ്പോ ഒന്നാമത് നമ്മളല്ലായിരുന്നു വൈകി ഉറങ്ങുന്നത്. ബാക്കി എല്ലാവരും നേരത്തെ ഉറങ്ങുന്ന ആൾക്കാരല്ലേ. ഫൈനലി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനും ഒന്ന് പോവാണ്. ഞങ്ങൾ രണ്ടും ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് ന്യായങ്ങളും പറഞ്ഞ് അതെല്ലാം ഒഴിവാക്കി ഈ റൂമിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. നല്ല ഫുഡും അടിച്ചു പൊളിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കറങ്ങാനൊക്കെ പോയി അങ്ങനെ രസിച്ച് നിൽക്കുമായിരുന്നേ. പിന്നെ ഞങ്ങൾക്ക് തന്നെ തോന്നി, നാട്ടുകാരും വീട്ടുകാരെല്ലാം ചോദിക്കാൻ തുടങ്ങി ജോലി ആയില്ലേ എന്ന്. അതുകൊണ്ട് ഞങ്ങളിപ്പം കണ്ട ജോലികളിൽ കുറച്ച് സാലറി കൂടുതലുള്ള ജോലി ഞങ്ങൾ അങ്ങെടുത്തു. ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മുമ്പേന്ന് വന്ന ഒരാള് അങ്ങനെ പ്രതീക്ഷിക്കാതെ ഞാൻ റൂം തുറന്നിങ്ങോട്ട് കയറി വന്ന പുള്ളിക്കാരി ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സർപ്രൈസ് ആയിപ്പോയി. ഇവിടെയും നമ്മൾ അടിപൊളിയായി. അതുല്യ ഇവിടെ നിന്ന് പോകുമ്പോഴൊരു
ഈ റൂമിലേക്ക് വന്നപ്പോ അല്ലേ? അയ്യോ, അവളെ ഞാൻ 3.5 വർഷം മുമ്പ് ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എയർപോർട്ട് വരെ ഉണ്ടായിരുന്നു, ഇസ്രായേൽ എയർപോർട്ട് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. പിന്നെ നമ്പരൊക്കെ മാറി, കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതായി. അങ്ങനെ പെട്ടെന്നൊരു ദിവസം റൂമിൽ ഞാൻ വൈകുന്നേരം കയറി വന്നപ്പോൾ പുള്ളിക്കാരി ഹസ്ബൻഡും കൂടി ഇവിടെ ഇരിക്കുന്നു. ഭയങ്കര അത്ഭുതമായിപ്പോ എനിക്കത്. അങ്ങനെ കുറച്ച് നല്ല ആൾക്കാർ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, എന്നും വിളിക്കും. നല്ല കൂട്ടുകാർ. ഇപ്പോഴെപ്പോഴും ഹോസ്റ്റലിലേക്ക് വരാൻ ഇടവരുത്തല്ലേ. ഇടയ്ക്കിടയ്ക്ക് വരാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു മാസം ഒന്നും ലീവ് എടുക്കരുത്. ഒരു മാസം ഇടയ്ക്ക് 2 മാസം കൂടി ഇരിക്കുമ്പോ ഒരു ശബാത്തങ്ങ് ഇറങ്ങണം, എന്നിട്ട് ഇവിടെ വന്നിരിക്കണം. ചങ്ക് അങ്ങനെ പോവാണ്. ചങ്കിന് യാത്രയൊക്കെ വന്നയാ. കണ്ടോ, പെട്ടിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പോയി വരാം. സൗമ്യ യാത്രയൊക്കെ ഇട്ട് അധികം വൈകാതെ ഞാനും എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പ്. അപ്പോൾ ചൂട് ഒണിയൻ സൂപ്പ് വന്നു, അത് കഴിക്കാം. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഇവിടുത്തെ നല്ല ഫുഡാണ്, നല്ല വെറൈറ്റി. ഇത്രയും ദിവസം കഴിച്ച പല ടൈപ്പ് ഇസ്രായേലി ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഞാനിപ്പോൾ കയറിയ ഈ ഒരു ജോബിൽ ആ വീട്ടിലുള്ളവർ നല്ല വേറെ വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഓരോ ടൈപ്പാണ്. ഇത്രയും ദിവസം നമ്മൾ നാടൻ ഫുഡൊക്കെ ബീഫും മീനും ഒക്കെ കഴിച്ചതല്ലേ, ഇനി കുറച്ച് ഇസ്രായേലി ഫുഡ് കഴിക്കാം. എനിക്ക് ഇസ്രായേലി ഫുഡൊന്നും നന്നായിട്ട് അറിയത്തില്ല, അതെങ്ങനെയാണ് കഴിക്കുന്നതെന്നൊന്നും. അപ്പോൾ പുള്ളിക്കാർ വന്നിട്ട് ബ്രെഡ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു അതിലിങ്ങനെ ടിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാനങ്ങ് ആസ്വദിച്ചങ്ങ് കഴിച്ചു.